അരുണാചൽ പ്രദേശ് ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച് ബെയ്ജിംഗ്. മാർച്ച് 9-ന് പ്രധാനമന്ത്രി നടത്തിയ അരുണാചൽ സന്ദർശനമാണ് ചൈനീസ് പ്രകോപനത്തിന് കാരണം. അതേസമയം കർണാടകയിലും കോൺഗ്രസിൽ പരാജയ ഭീതിയുണ്ട്. സിറ്റിംഗ് MLA-മാരും മന്ത്രിമാരും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും കർണാടകയിൽ നിന്ന് മത്സരിക്കാൻ വിസമ്മതിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ആദ്യം നമുക്ക് ഈ ചൈനീസ് പ്രകോപനത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാമെന്ന് തോന്നുന്നു. കാരണം പ്രധാനമന്ത്രിയുടെ അരുണാചൽ സന്ദർശനം, അതിലെ ചൈനയുടെ എതിർപ്പ് ഭാരതം തള്ളിയതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസ്താവന ചൈന ഉന്നയിക്കുന്നു. അതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, മാർച്ച് മാസം 9-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒടുവിൽ അരുണാചൽ പ്രദേശ് സന്ദർശിക്കുന്നത്. അദ്ദേഹം വിവിധ പൊതുപരിപാടികളിൽ സംസാരിച്ചു. പ്രത്യേകിച്ച് സിയാൽ ടണലിന്റെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിച്ചു. 13,000 അടി ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു തുരങ്ക പാതയുടെ ഏറ്റവും വലിയ സവിശേഷത എന്നത് വലിയ സൈനിക നീക്കങ്ങൾ ഭാരതത്തിന് അവിടേക്ക് വളരെ വേഗത്തിൽ നടത്താം എന്നുള്ളതാണ്. അരുണാചൽ പ്രദേശ് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. പലതവണ അവിടെ ഭാരതത്തിന്റെ സൈന്യവും അതോടൊപ്പം തന്നെ ചൈനീസ് പട്ടാളവും തമ്മിൽ വാക്കേറ്റങ്ങളും സംഘർഷങ്ങളും ഒക്കെ പല ഘട്ടങ്ങളിൽ ഉണ്ടായ ചരിത്രം നമുക്കറിയാം. വടക്കുകിഴക്കൻ മേഖലയിൽ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ്, സിക്കിം പോലെ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ പുതിയ തുരങ്കങ്ങളും പുതിയ റോഡുകളും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വലിയ തോതിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. അതിനു മുൻപ് UPA സർക്കാരാണെങ്കിലും അതല്ലെങ്കിൽ നെഹ്റു മുതൽ മൻമോഹൻ വരെയുള്ള മുൻപുള്ള പ്രധാനമന്ത്രിമാരുടെ കാലഘട്ടങ്ങളിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ചൈനീസ് അതിർത്തിയിൽ നടത്തിയിരുന്നില്ല. കാരണം ചൈനയുടെ ഒരു പ്രകോപനം ഭയന്നോ ഒക്കെ ആകാം. ഒരുപക്ഷെ AK ആന്റണി തന്നെ ഇക്കാര്യം ലോക്സഭയിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ചൈനീസ് അതിർത്തിയിൽ വലിയ നിർമ്മാണങ്ങളും മറ്റും നടത്താത്തത് ചൈനയുടെ പ്രകോപനം ഭയന്നാണ്. ഇതാണ് കോൺഗ്രസിന്റെ നയം എന്ന് AK ആന്റണി തന്നെ 2010-ൽ അന്ന് പ്രതിരോധ മന്ത്രിയായിരിക്കെ ലോക്സഭയിൽ പറഞ്ഞതാണ്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ നയം അതായിരുന്നുവെങ്കിൽ ഇപ്പോഴങ്ങനല്ല. വടക്കുകിഴക്കൻ മേഖലയിലേക്ക് പുതിയ റോഡുകൾ, പ്രത്യേകിച്ച് സൈനിക വാഹനങ്ങൾക്ക് മിലിറ്ററി മൂവ്മെന്റുകൾ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നമ്മളവിടെ നടത്തുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ചൈനയെ പ്രകോപിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അരുണാചലിൽ എത്തുകയും അദ്ദേഹം ഈ ടണലിന്റെ ഉദ്ഘാടന കർമ്മം നടത്തി മടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം തന്നെ, അതായത് ചൈനയുടെ സൈന്യം തന്നെയാണ് ഇപ്പോൾ അരുണാചൽ പ്രദേശ് അവരുടെ അവിഭാജ്യ ഘടകമാണ് എന്നൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇതാദ്യമായല്ല. അടുത്ത കാലത്ത് അരുണാചൽ പ്രദേശിലെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വിവിധ ഗ്രാമങ്ങളുടെ പേരുകൾ ചൈന തിരുത്തുകയും ചൈനീസ് പേരുകൾ നൽകുകയും ഒക്കെ ചെയ്തത് വലിയ വിവാദമായിരുന്നു. നേരത്തെ ഏഷ്യൻ ഗെയിംസിലും ഒക്കെ പങ്കെടുക്കുവാൻ പോകുന്ന ഭാരതത്തിൻ്റെ കായിക താരങ്ങൾക്ക്, അരുണാചൽ പ്രദേശിൽ നിന്നുള്ള താരങ്ങൾക്ക് വിസ വേണ്ട എന്ന നിലപാട് ബീജിംഗ് മുന്നോട്ട് വെച്ചത് വലിയ വിവാദമായി. അങ്ങനെ ഇത് ആദ്യത്തെ സംഭവമല്ല. അരുണാചൽ പ്രദേശ് ടിബറ്റിൻ്റെ ദക്ഷിണ ഭാഗമാണ് എന്ന പ്രചരണമാണ് ചൈന ഘട്ടങ്ങളായി നടത്തുന്നത്. നമുക്കറിയാം, ടിബറ്റ് തന്നെ ചൈന അധിനിവേശത്തിലൂടെ പിടിച്ചെടുത്ത പ്രദേശമാണ്. അതൊരു സ്വതന്ത്ര പരമാധികാര സ്വഭാവമുള്ള ബുദ്ധമത രാഷ്ട്രമായിരുന്നു. ദലൈലാമയുടെ രാഷ്ട്രമാണ്. എന്നാൽ ദലൈലാമയ്ക്ക് ഉൾപ്പെടെ ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഭീഷണിയെ തുടർന്ന് അവിടുന്ന് അഭയാർത്ഥികളായി ഭാരതത്തിലേക്ക് എത്തുകയും പിന്നീട് ഇപ്പോൾ ധർമ്മശാലയിൽ അവർക്ക് കഴിയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായത് ടിബറ്റിൻ്റെ ഒരു വലിയ ഭൂപ്രദേശം ചൈന 1955-നും 60-നും ഇടയിൽ പിടിച്ചെടുത്ത ഒരു സാഹചര്യമാണ്. ആ ടിബറ്റിൻ്റെ ദക്ഷിണ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്ന വാദമാണ് വർഷങ്ങളായി ചൈന മുന്നോട്ട് വയ്ക്കുന്നത്. ഭാരതം ഇത് ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ശക്തമായ മറുപടി എല്ലാ കാലത്തും ഭാരതം ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ അരുണാചൽ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം നടത്തിയിരിക്കുന്നത്.